കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നമ്മളെല്ലാവരും വളരെ ദുഃഖിതരാണ്. പക്ഷേ ഈ സങ്കടത്തിനിടയിൽ നമുക്ക് കുളിര് പകരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി. അതിലൊന്നാമത്തേത്, അവിടെ കുതിര സവാരിയൊക്കെ നടത്തി ഉപജീവന മാർഗം തേടിയിരുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ കഥയാണ്. സയ്യിദ് ആദിൽ ഹുസൈൻ. അദ്ദേഹം ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കുതിരപ്പുറത്ത് ഇങ്ങനെ നമ്മൾ ഗുൽമർഗിലും സോനമർഗിലൊക്കെ കാണും അത്തരത്തിലുള്ള പല ആളുകളെയും. അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഈ തീവ്രവാദികൾ വന്ന് പേര് ചോദിച്ച് അമുസ്ലിം പേരുകളുള്ളവരെ തോക്കുകൊണ്ട് വെടി ഉതിർക്കുന്ന ദുഃഖം നിറഞ്ഞ കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയെങ്കിലും എൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് തൻ്റെ ചുറ്റിലുള്ള ആളുകൾ അവരേത് മതമാണെങ്കിലും എന്ത് നിറമാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും ദേശക്കാരാണെങ്കിലും അവരെ സംരക്ഷിക്കണം എന്നൊരു മാനുഷിക ബോധം ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭീകരരുടെ മേൽ ചാടി വീണ് ആ തോക്ക് കൈക്കലാക്കാനുള്ള ശ്രമം ഇദ്ദേഹം നടത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബാംഗങ്ങളുടെ കരച്ചിലും വിതുമ്പലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ വലിയ ആ ഒരു പതാക ഉയരുന്നൊരു കാഴ്ച, ആ ഒരു സന്തോഷം നമുക്കിവിടെ കാണാം. രണ്ടാമത്തെ ഒരു സംഭവം, ഇവിടെ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ അവർ പറയാം, എനിക്ക് കശ്മീരിൽ 2 സഹോദരങ്ങളെ കിട്ടി, അള്ളാഹ് അവരെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മതം ഏത് തന്നെയായിരുന്നാലും ഇവരെ സ്വന്തം അനിയത്തിയെപ്പോലെ ഇവർ കൊണ്ടു നടന്നു, അവരെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളോട് ഒരു സ്നേഹമുണ്ട്, ഒരു സാഹോദര്യമുണ്ട്. അത് മതം നോക്കിയിട്ടല്ല അത് ഉണ്ടാവേണ്ടത് ഒരിക്കലും. എങ്ങനെയാണ് നിരായുധരായ, കയ്യിൽ ആയുധമൊന്നുമില്ലാത്ത സാധുക്കളെ കൊലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കശ്മീരിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട? നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവരെ ഭിന്നിപ്പിച്ചിട്ട് ആർക്കാണ് എന്ത് നേട്ടമാണ് നേടാനുള്ളത്? ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനുകൾ, ഒരുപാട് പരസ്പരം സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകളും കമൻറ്റുകളും ഒന്നും നമ്മളതിന് പിന്നാലെ പോയി അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് അതിൽ വിശ്വസിച്ച് വഞ്ചിതരാവരുത് നമ്മൾ. കശ്മീരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ഈ ആപ്പിൾ തോട്ടങ്ങളോടൊപ്പം ഈ ടൂറിസമാണ്. അതിനെ തകർക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, നിശിതമായി അതിനെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മത സർവകലാശാലകൾ, മതസ്ഥാപനങ്ങളിൽ നിന്ന് ഇജാസ കിട്ടിയ സർട്ടിഫിക്കേഷൻസ് ഉള്ള ഒരൊറ്റ പണ്ഡിതനും, ശരിയായ ഒരൊറ്റ ആലിം പണ്ഡിതനും തീവ്രവാദത്തെ, ഇത്തരം അറ്റാക്കുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരൊറ്റൊരാളും ഇത്തരം തീവ്രവാദ സംഘടനകളെ പ്രൊമോട്ട് ചെയ്യൂല, അവരെ അംഗീകരിക്കില്ല. മറിച്ച് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന മൂല്യമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കതിൽ സങ്കടം ഉണ്ടാവും. ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകളിൽ ചേരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് പോവാണ്. ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടകളെ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് പരസ്പരം സ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം സംഭവങ്ങളെ, സയ്യിദ് ആദിൽ ഹുസൈനെ പോലെയുള്ള, രാമചന്ദ്രൻ്റെ മകളെ പോലെയുള്ളവരുടെ പ്രസ്താവനകളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്.